ഗൈസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഗൈസ്. അപ്പം ഇന്ന് നമ്മൾ രാവിലെ എണീറ്റ് ഗൈസ്. അപ്പോൾ ഇന്ന് നമ്മൾ നേരെ തന്നെ രാവിലെ തന്നെ നമ്മൾ വിചാരിച്ചു നേരെ അങ്ങ് ട്രെയിൻ സ്റ്റേഷനിലോട്ട് പോകാൻ. റെയിൽവേ സ്റ്റേഷനിലോട്ടാണ് ഗൈസ് ഞാൻ പോകുന്നത്, ട്രെയിൻ സ്റ്റേഷൻ അല്ല റെയിൽവേ സ്റ്റേഷൻ. അപ്പോൾ ഞാൻ രാവിലെ എന്തിനാന്ന് വെച്ചാൽ ഗൈസ് പോകുന്നതെന്ന് വെച്ചാൽ നമുക്കാണെങ്കിൽ ചെറിയൊരു ബസ് ഡ്രൈവിംഗ് ഉണ്ട് കേട്ടോ ഗൈസ്. ഇന്നത്തെ ജോലി എന്ന് വെച്ചാൽ ഇച്ചിരി ബസ് ഡ്രൈവിംഗ് ആണ് ഗൈസ്. അപ്പോൾ ഇവിടുത്തെ ബസ് ഡ്രൈവിംഗ് അല്ല ഗൈസ്, ഇച്ചിരി UK-യിലാണ്, ഇന്തോനേഷ്യയിലെ ഇച്ചിരി ഇതാണ് കേട്ടോ ഗൈസ്. അപ്പം നമുക്ക് എയർപോർട്ടിലോട്ടാണ് ഗൈസ് പോകേണ്ടുള്ളത്. ഫസ്റ്റ് നമുക്ക് എയർപോർട്ടിൽ പോയി പ്ലെയിൻ കയറണം ഗൈസ്. അപ്പം പ്ലെയിൻ കയറണം, അതാണ് ഗൈസ് ഇപ്പോൾ ഫസ്റ്റ് നമ്മുടെ പരിപാടി. ഇന്തോനേഷ്യയിലെ ഒരു എൻ്റെ മരം ഗൈസ്. അപ്പം നമുക്ക് പോകാനുള്ള പ്ലെയിനുകൾ ശരിയായിട്ട് അങ്ങനെ കിടപ്പണം മച്ചാമാരെ. അപ്പോൾ ഗൈസ് ഇതുവരെയായിട്ട് വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്ത മച്ചാമാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ മച്ചാമാരെ, മറക്കല്ലേ മച്ചാമാരെ. അപ്പം നമ്മളെല്ലാവരും ഒറ്റ സപ്പോർട്ടായിട്ട് നിൽക്കുകയാണെങ്കിൽ നമ്മൾ ഈ ഒരു യൂട്യൂബുകളൊക്കെ എത്രയും പെട്ടെന്ന് തന്നെ 10K ആൾക്ക് അടിക്കാൻ പറ്റും മച്ചാമാരെ. അപ്പം നമ്മളാണെങ്കിൽ നേരെ കാലൊക്കെ നമ്മൾ എയർപോർട്ട് ഗൈസ്. അപ്പം നമ്മൾ പ്ലെയിനിൻ്റെ അങ്ങോട്ട് പോവുകയാണ് ഗൈസ്. നമുക്ക് പ്ലെയിനിലും കാലൊക്കെ കയറണം ഗൈസ്. അപ്പം ഓക്കെ ഗൈസ്, അപ്പം നമ്മൾ പ്ലെയിനിൽ കയറട്ട് ഗൈസ്. അപ്പം പ്ലെയിനിൽ പാസ്പോർട്ടൊക്കെ ഉണ്ടല്ലോ, പിന്നെന്താ കയറ്റാത്ത തന്നെ കയറി ഗൈസ്. അപ്പം ഞാനങ്ങനെ കയറിയിട്ടുണ്ട് പ്ലെയിനിൽ. ഇച്ചിരി കാര്യം ഗൈസ് ഡിലേ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതുവരെ പ്ലെയിനൊന്നും എടുക്കുന്നില്ലല്ലോ അപ്പം മാരി. ഓക്കെ ഗൈസ്, ഇപ്പോൾ എന്താണ്ടൊക്കെ വിളിച്ച് പറയുന്നുണ്ട് പാച്ച, എന്താണ്ടൊക്കെ വിളിച്ച് പറയുന്നുണ്ട്. നമുക്കൊന്നും ഭാഷയൊന്നും അറിഞ്ഞുകൂടാ. നമ്മളെ നാട്ടിലെ ഭാഷയാണെങ്കിലും വേറെ ഭാഷയിലാണ് ഇവർ സംസാരിക്കുന്നത്. എന്തായാലും പൊങ്ങുന്നില്ല ഈ പ്ലെയിൻ. എൻ്റെ മോനോടാ ഇവിടെ പ്ലെയിൻ പൊങ്ങുന്നില്ല. എനിക്ക് ജോലിക്ക് പോകേണ്ടുള്ളതാണെങ്കിൽ പ്ലെയിൻ പൊങ്ങുന്നില്ല ഗൈസ്. എന്താ പറ്റിയെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഈ പ്ലെയിൻ പൊങ്ങുന്നില്ല. അയ്യോ പ്ലെയിൻ പൊങ്ങുന്നില്ല ഗൈസ്. ഈ പൈലറ്റ് വല്ലതും ഉറങ്ങിപ്പോയാ? ഇല്ല ഗൈസ്, ഇല്ല ടേക്ക് ഓഫ് ആവുന്നതിൻ്റെ ഇച്ചിരി ഇതായിരുന്നു ഗൈസ്. കുഴപ്പമില്ല ഗൈസ്, നമ്മളങ്ങനെ ഉയർന്നിരിക്കുകയാണ് ഗൈസ്. അങ്ങനെ നമ്മൾ ഉയർന്നിട്ടുണ്ട് ഗൈസ്. ഇനി നമുക്ക് നേരെ ആ സിറ്റിയിലോട്ട് പോകണം ഗൈസ്. ഇനി ആ സിറ്റിയിലെത്തിയിട്ട് കാണാം മച്ചാമാരെ. ആൾക്ക് ഇവിടെ വന്നിട്ടായിരുന്നു നമ്മൾ റൂമും കാളൊക്കെ എടുത്തിട്ട് ഇവിടെ കിടന്ന് നൈസിന് ഉറങ്ങി ഗൈസ്. നല്ല ഉറക്കമൊക്കെ ഉറങ്ങിയതിന് ശേഷം രാത്രി ഗൈസ്. അപ്പം നമ്മളങ്ങ് വടകര ബസ് എടുത്തിട്ടുണ്ട് ഗൈസ്. ഇപ്പോൾ ഇന്തോനേഷ്യയിലെ വടകര ബസ്സാണ് ഗൈസ് ഇത്. എൻ്റെ പൊന്നെ ഇപ്പോൾ ബാക്ക് ഇടിച്ചേനാ. എന്തായാലും KSRTC ബസ്സൊക്കെ എടുത്ത് നമുക്ക് നേരെ അങ്ങ് പോകാം ഗൈസ്. ഇപ്പോൾ സ്റ്റാൻഡിൽ നിന്ന് ആൾക്കാരെ എടുത്തില്ല ഗൈസ്. ഫസ്റ്റ് ദിവസം തന്നെ ആൾക്കാരെ നമുക്ക് മണ്ടയ്ക്ക് അടി കിട്ടാൻ ചാൻസ് ഉണ്ട് ഗൈസ്. ദാണ്ട ഗൈസ് ഇവന്മാർ ഇവിടെ നിൽക്കുന്നു. എന്തായാലും ഇങ്ങോട്ട് കയറി പെട്ടെന്ന് കയറി പെട്ടെന്ന് പോകേണ്ടുള്ളതാണ്. രാത്രി ഒക്കെ പോകാനുള്ള വൈബാണ് ഗൈസ് നമ്മുടെ ഈ ഒരു വണ്ടിക്ക്. അങ്ങനെ ഗൈസ് നമുക്കങ്ങനെ പുതിയ ജോലികളൊക്കെ കിട്ടി. ഇന്തോനേഷ്യയിലെ ജോലിയാണ് ഗൈസ്. ഇവിടെ നിന്ന് തന്നെ വല്ലതൊക്കെ നമുക്ക് നോക്കണം ഗൈസ്. അപ്പം നമ്മൾക്കിവിടെ ചെറിയൊരു വീടൊക്കെ എടുക്കാൻ നോക്കണം. ലേറ്റ് ഡാനാണോ രാത്രിയൊക്കെ ഇറങ്ങി പോകുന്ന ഗൈസ്. ഇപ്പോൾ ഇടിച്ചിരുന്നേനെ തൂണി. ഇതെന്താണ് ഗൈസ് ഈ ഒരു സിറ്റി വന്ന ഉടനെ തന്നെ ഇപ്പം നാട്ടുകാരിൽ നല്ല അടി കിട്ടിയേനെ. എൻ്റെ പൊന്നോ ഗൈസ്, ഞാൻ പേടിച്ചു പോയി ഗൈസ്. ഒരു നിമിഷത്തേക്ക് ഇടിച്ചായിരുന്നെങ്കിൽ ആൾക്കാരെ നല്ല അടിപൊളി പായസം പോലത്തെ വല്ലതൊക്കെ എൻ്റെ ചെവിയിലോട്ട് അടിച്ച് കയറ്റി തന്നെ. എന്തായാലും ഗൈസ് വലിയ കുഴപ്പമൊന്നുമില്ല ഗൈസ്. അപ്പോൾ നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ലൈക്കും ചെയ്യണേ ഗൈസ്. ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഗൈസ്. അപ്പോൾ എല്ലാവരും തൂത്തുവാരി സബ്സ്ക്രൈബ് ചെയ്യണേ ഗൈസ്. നമുക്ക് 10K അടിക്കാനുള്ളതാണ് ഗൈസ്. അപ്പോൾ ഇന്ന് നമ്മുടെ രാവിലെ ഒക്കെ ഓക്കെയാണ്. ഓക്കെ വണ്ടിക്ക് നല്ല ബ്രേക്ക് ഉള്ളതുകൊണ്ട് തന്നെ പെട്ടെന്ന് അങ്ങ് നിന്നോളും. നമ്മൾ വന്ന് കയറി അന്ന് തന്നെ മഴ പെയ്തിട്ടുണ്ട്. ഫോണൊക്കെ തകർക്കുമായിട്ട് നമുക്ക് അടിക്കാം. നമ്മുടെ വണ്ടിയുടെ അകം ഇതാണ്, അടിപൊളിയാണ് ഗൈസ്. അപ്പോൾ നമ്മുടെ വണ്ടിയുടെ അകത്തുള്ള വ്യൂ ഇച്ചിരി വിൻഡോയുടെ സൈഡ് ഗ്ലാസ്സിലേക്ക് ഇരുന്ന് നമുക്ക് പോവാം ഗൈസ്. അങ്ങനെ നമ്മളാണെങ്കിൽ ഇവിടെ ഇടിച്ചേനെ വെച്ചാമാരെ നൈസിന് ഗൈസ്. എല്ലാം ജസ്റ്റ് മിസ്സിനാണ് ഗൈസ് കയറി പോകുന്നത്. എന്തോ ഭാഗ്യമുണ്ട് കേട്ടോ ഗൈസ്. എൻ്റെ മോനെ പെട്രോളൊക്കെ അത്യാവശ്യം ഉണ്ടല്ലോ ഗൈസ്. ഇവിടെ വല്ല പെട്രോൾ പമ്പ് കാണുന്നെങ്കിൽ ഇച്ചിരി അടിച്ചേക്കാം ഗൈസ്. അല്ലെങ്കിൽ നമ്മൾ ആദ്യത്തെ ദിവസം തന്നെ എന്തിനാണ് ഗൈസ് വരിയിലേക്കായി പോകുന്നത്. ഇവിടെ ഒന്നാമത് നമുക്ക് അറിഞ്ഞുകൂടാത്ത ഭാഷയാണ്, ഇന്തോനേഷ്യൻ ഭാഷയൊക്കെ ആണെന്ന് വെച്ചാൽ നമുക്ക് അറിഞ്ഞുകൂടാത്തതാണ്. ഇടിച്ചില്ല മച്ചാമാരെ കേസ്. ഇപ്പോൾ നമ്മൾ ഷിഫ്റ്റാണ് കേസ്, KSRTC ഷിഫ്റ്റാണ് കേസ് നമ്മൾ ഓട്ടിക്കുന്ന മച്ചാമാരെ. പോളി വൈബ് 200 നമ്മളെ ടോപ്പ് സ്പീഡ് കേസ്. ഇപ്പോൾ കയറ്റാം 200 കയറ്റാൻ പറ്റത്തില്ല. പോലീസ് എൻ്റെ പൊന്നോ. ആദ്യത്തെ ദിവസം തന്നെ പോലീസ് സ്റ്റേഷനിൽ കയറി ഉണ്ടെന്ന് തിന്നാൻ എനിക്ക് വയ്യ. എനിക്കിവിടുന്ന് എങ്ങനെയും ജോലി എടുത്തത് നമ്മളെ സിറ്റി പോയിച്ചിട്ട് ജീവിക്കണം. എപ്പോൾ ഇടിച്ചേനെ. നമ്മൾ പ്രൊഫഷണൽ ഡ്രൈവർ ആയതുകൊണ്ട് തന്നെ കേസ് നമ്മളെല്ലാം മലയും കാടൊക്കെ കയറി പോകുന്നതായിരിക്കും കേസ്. ഇവിടെ എന്താണ് സൈൻ ബോർഡ് ഉണ്ടല്ലോ, ഇവിടെ എന്താണ് നോക്കട്ടെ. ഇതെന്താണ് കേസ്? പെട്രോൾ പമ്പ് ഇവിടെ അടുത്തുണ്ടോ ഗൈസ്? ഇവിടെ മണ്ണിടിച്ചിലുള്ള സ്ഥലം. മണ്ണിടിച്ചല് ഇവിടെ ഇങ്ങനെ ഗൈസ് മണ്ണിടിച്ചിൽ
അയ്യേ ഗൈസ്. അപ്പം നമുക്ക് അറിഞ്ഞൂടാ ഗൈസ്, സൈൻ ബോർഡൊന്നും നമുക്ക് അറിഞ്ഞൂടാ. ആൾക്കാരെല്ലാം കൂടെ പിടിച്ച് തല്ലുമെന്നാണ് എനിക്ക് തോന്നുന്നത് ഗൈസ്. ഡ്രൈവിംഗ് പഠിക്കുമ്പോൾ നമ്മൾ ഡ്രൈവിങ്ങിൻ്റെ എല്ലാം പഠിക്കുന്നതാണ്. അപ്പോൾ ഇതിനകത്ത് പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ. ഇല്ല ഗൈസ്, ഇപ്പോൾ നമുക്ക് ഫുള്ളൊന്ന് ഓടാം ഗൈസ്. നമ്മൾക്ക് അടുത്ത ഇതിലോട്ട് കയറിയിട്ടുണ്ട് ഗൈസ്. നല്ല അടിപൊളി മൂന്നാർ ചുരമാണ് ഗൈസ് ഇപ്പം നമ്മൾ കയറി പോകാൻ പോകുന്നത്. എൻ്റെ പൊന്നു ഗൈസ്, എനിക്കൊന്നും അറിഞ്ഞൂടാ. ഇറങ്ങാൻ പോവുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഗൈസ്. ചുരം ഇറങ്ങാൻ പോവുകയാണെന്നാണ്. മഴയില്ലെങ്കിൽ ഞാൻ എന്തിനാണ് വെറുതെയൊക്കെ വൈപ്പ് ഓണാക്കി എന്തിനാണ് ഗൈസ് ചാർജ് കളയുന്നത് ബാറ്ററി ഗൈസ്? ഇവിടെ വല്ല കുഴപ്പമുണ്ടോ ഗൈസ്? കൊക്കയാണ് എന്താ ഗൈസ് ഇവിടെ? ഇവിടെ മണ്ണിടിച്ചിലുണ്ട് ഗൈസ്. അതാണ് നേരത്തെ കാണിച്ച സൈൻ ബോർഡിൻ്റെ അർത്ഥം ഗൈസ്. എനിക്കറിയാൻ വെച്ചാൽ ഞാൻ ഭയങ്കര അടിപൊളിയായിട്ട് ഡ്രൈവിങ് പഠിച്ച ആളാണ്. പിന്നെ എന്താ പറയാനാണ്. അപ്പോൾ നേരെ കയറി പോവാം. ഇച്ചിരി പാട്ടൊക്കെ പാടാൻ അറിയാമായിരുന്നെങ്കിൽ അടിപൊളിയായിട്ട് പാട്ടൊക്കെ പാടി പോവായിരുന്നു. പക്ഷേ നമുക്ക് വിധിയില്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് ഇങ്ങനെ അടിപൊളിയായിട്ട് ഇങ്ങനെ ഡ്രൈവ് ചെയ്തുകൊണ്ട് മാറാ വരിയെന്നൊക്കെ അങ്ങ് മാറിടാ. ഇതെല്ലാം നമ്മളെ ഷിൻജാനൊക്കെ കൊണ്ടുപോകാൻ ഒരു ദിവസം ഇവിടെ വരണമെന്നുള്ള ഒരു കമൻ്റ് ഒന്ന് ചെയ്യണേ ഗൈസ്. അപ്പം ഡോറൊക്കെ ഒന്ന് വെറുതെ ഒന്ന് അടച്ച് തുറക്കാം. അങ്ങനെ വരി മാറാ ഗൈസ്. അപ്പം നമുക്ക് രാവിലേക്കുള്ളിൽ അവിടെ ചെല്ലണമെന്നാണ് എനിക്ക് തോന്നുന്നത്. അടിപൊളി. ഇടിച്ച് കയറി ഇരുന്നേനെ, വലുതായിട്ട് കുഴപ്പമൊന്നുമില്ല. വലിയൊരു വളവാണ്ട് വരുന്നുണ്ട് കേസ്. വലിയൊരു വളവ് വരുന്നുണ്ട് ഇവിടെ. ഇങ്ങനെ എസ് വളവല്ല, വേറെ ഏതാണ്ട് കണക്കത്തെ വളവെന്നാണ് ഇതിനകത്ത് കാണിക്കുന്നത്. ബസ് സ്റ്റോപ്പുണ്ട് ഇവിടെ. രാത്രി കച്ചവടമൊക്കെ നടത്തുന്നവരോ ഈ വരിയിൽ ഒറ്റ മനുഷ്യന്മാരില്ല. രാത്രിയും കച്ചവടമൊക്കെ നടത്തുന്നവരുണ്ട് കേസ്. അപ്പം എസ് വളവല്ല, നോട്ട് എസ് വളവെന്നാണ് ഇവിടെ കാണിക്കുന്നത്. പിന്നെന്താ ഇത് യു വളവാണോ? അത് എച്ച് വളവാണോ? അത് എ വളവാണോ ഗൈസ്? ഏത് വളവാണെന്ന് അറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്യണം മച്ചാന്മാരെ. പ്രൊഫഷണൽ ഡ്രൈവറാണ് ഗൈസ്, അല്ലു ഗെയിമർ വൈറ്റി. ഓക്കെ ഗൈസ്, ഓക്കെ എൻ്റെ അടുത്താണ് ഗൈസ് കളി. പേടിച്ചേന് ഞാൻ തന്നെ സ്വയമേ കണ്ണങ്ങ് വിട്ടിട്ടുണ്ട്. അടിപൊളി ചുരങ്ങളാണ് കയറാണ്ടുള്ളത്. കയറേട്ടോ ഗൈസ്, കയറയാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഗൈസ്. ഇനി ഇതിൻ്റെ മണ്ടയിൽ കയറണം. ഒരെണ്ണത്തിൻ്റെ മഴ വീണ്ടും ഗൈസ്. ഈ മഴയാണ് ഇവിടുത്തെ ഏറ്റവും വലിയ വിഷയം എന്നാണ് എനിക്ക് തോന്നുന്നത്. മച്ചാന്മാരെ ലൈക്ക് ചെയ്യാത്തവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ ഗൈസ്. അപ്പം ലൈക്ക് ചെയ്യണേ. മേൽപ്പാലമൊക്കെ ഉണ്ടല്ലോ മച്ചാന്മാരെ ഇവിടെ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ ഗൈസ്. എൻ്റെ മോനെ അടിപൊളി വളവ്. ഇവിടാണ്ടൊക്കെ വളവ് വരുന്നുണ്ട് ഗൈസ്. വലിയ ഇതിൻ്റെയൊക്കെ മണ്ടയൊക്കെ കയറി വേണം നമ്മളവിടെ പോവാൻ. അടിച്ചു വിട്ടാണ് ഗൈസ് പോകുന്നത്. ഇപ്പോൾ 1 മണിയാണ്ട് ആയിട്ടുണ്ട് മച്ചാന്മാരെ. ഫോണൊന്നും എടുത്ത് നോക്കാനുള്ള സമയമില്ല. ഫോണൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ എവിടത്തേക്കിനും കൊക്കെ കുരിയിരിക്കും. കുക്കെ കുരിയില്ലെന്ന് ഗൈസ്. അപ്പം നമുക്ക് ബ്രേക്ക് ആക്സിലേറ്ററിന് ചവിട്ടേണ്ടുള്ള വലിയ ആവശ്യമില്ല. എന്തായാലും വെള്ളവ് തന്നെ ഗൈസ്. ഇവിടെ എനിക്ക് പേടിയാവത് വെള്ളമെടുത്ത് വെച്ചത് ഇടിച്ച് ഫസ്റ്റ് ദിവസം ധരിച്ച് കോലി പോവാന്ന് വെച്ചാൽ ഭയങ്കര നാണക്കേടാണ്. അപ്പം ഇന്നീ ചുരം കയറാണ്ട് ഗൈസ്. വലിയ ചുരമാണ്. ചുരമല്ല, ഒരു മല തന്നെ കയറാൻ. ഇതെവിടെയാടാ ഗൈസ്? നേരത്തെ കണ്ട പാലം ഗൈസ്. നീ അതിലേ കറങ്ങില്ല, അവിടെ പോകണം. വലിയ അടിപൊളി റോഡാണ് ഗൈസ്. അപ്പം ഈ ഒരു ഗെയിമിൻ്റെ പേര് ഗൈസ് വേണ്ടുള്ളവരൊന്ന് കമൻറ്റ് ചെയ്താൽ മതി ഗൈസ്, ഞാൻ ഇട്ടുതരാം. എല്ലാവർക്കും അറിയാവുന്നൊരു ഗെയിമാണ് ഗൈസ്. നമ്മളെ കേരളം മുഴുവൻ അറിയുന്ന അടിപൊളി ഒരു ഗെയിമാണ്. നമ്മളെ രാത്രിയിലെ വ്യൂ ഇതാണ് ഗൈസ്. നമ്മളെ വണ്ടിയുടെ ഫുള്ള് ചെളിയാട്ടുണ്ട് ഗൈസ്. ഈ ഒരു ഓട്ടം കഴിഞ്ഞിട്ടാണ് കഴിവാൻ. ഇപ്പോഴൊന്നും കഴിയുന്ന ലക്ഷണമൊന്നുമില്ല. ഫുള്ള് വളവും തിരിവും അല്ലേ ചാരേ. ഓക്കെ ഗൈസ്. അപ്പം വേറെ വണ്ടികളൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ വലിയതായിട്ട് രക്ഷപ്പെട്ട് പോകുന്നുണ്ട്. എതിരെ വരുന്ന വാഹനങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഗൈസ് ഇപ്പം നമ്മൾ ഇത്രയും നേരം രക്ഷപ്പെട്ട് നിന്നത്. ഇനിയും വരാതിരുന്നാൽ മതിയായിരുന്നു. ട്രാഫിക്ക് നല്ല കുറവുള്ള പറഞ്ഞതേ ഉള്ളൂ ഗൈസ്. കരുനാക്കാണ് ഗൈസ് എൻ്റെത്. അടുത്തത് എൻ്റെ പൊന്നോ, ഇനി നമ്മൾ ഇച്ചിരി പെടും ഗൈസ്. റിസ്ക് പിടിച്ച പണിയാണ്. ബ്രേക്കൊക്കെ അടുത്ത് തന്നെ എടുത്ത് വെക്കണം. നമ്മളെ ഹെഡ്ലൈറ്റൊക്കെ അടിച്ചടിച്ചാണ് ഗൈസ് പോകുന്നത്. നല്ല അടിപൊളി മഴയെന്ന് വെച്ചാൽ അമ്മാതിരി മഴയാണ്. മഴയില്ലാതെ ഗൈസ് ഇപ്പോൾ നമുക്ക് കണ്ണൊന്നും പിടിക്കുന്നില്ല. മഴയാണ്ട് ഫുള്ള് വൈപ്പർ ഓണാക്കിയിട്ടൊക്കെയാണ്. ഇരുട്ടാണ്. എൻ്റെ മോനെ ഡാർക്ക് സീൻ. ഹെഡ്ലൈറ്റ് ഇടാതെ പറ്റത്തില്ല.
ഇൻഡിക്കേറ്റർ ഇട്ടുകൊണ്ട് പോകാം ഗൈസ്. 2 ഇൻഡിക്കേറ്റർ. എസ് വളവല്ലേ, ചിലപ്പോൾ വല്ലയിടത്ത് നിന്ന് ഇടിച്ചാലോ, അല്ലെങ്കിൽ വേണം ഗൈസ്. അവിടെ നിന്ന് ആൾക്കാരെല്ലാം എല്ലാം ഇടിയിട്ടി പരിപ്പാവും. ഗൈസ് അങ്ങനെ നമ്മൾ ഒരു വിധത്തിൽ ഗൈസ് വളവും തിരിഞ്ഞും എല്ലാം കയറി നമ്മളൊരു നല്ല പ്രകൃതി രമണീയമായ അടിപൊളി റോഡിലോട്ടും കളിക്ക് കയറിയിട്ടുണ്ട്. ഇവിടെ അത്യാവശ്യം നല്ല പ്രകൃതി രമണീയമുണ്ട് ഗൈസ്. അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ മച്ചാമാരെ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് എല്ലാവർക്കും ഗുഡ് ബൈ.